ബഹ്റൈനിൽ നടന്ന അന്താരാഷ്ട്ര പൂന്തോട്ടമേള പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു. തനിമ നിറഞ്ഞ പൂന്തോട്ടങ്ങളും കാർഷിക സംസ്കൃതിയുടെ സമ്പന്നമായ മുദ്രകളും കൊണ്ട് ഈ മേള വേറിട്ടു നിന്നു. വലിയ തോതിലുള്ള ജനപങ്കാളിത്തവും മേളയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. പൂക്കളും ഫലങ്ങളും സസ്യങ്ങളും ചേർന്ന ചാരുതയാർന്ന വർണ്ണപ്രപഞ്ചം. ബഹ്റൈനിൽ നടന്ന 10ാമത് ഇന്റർനാഷണൽ ഗാർഡൻ ഷോയുടെ കാഴ്ചകളിതാ. പ്രകൃതിയുടെ തനിമയും മൗലികമായ സൗന്ദര്യവുമുള്ള ഉദ്യാന ചെടികളും വിസ്മയം തീർക്കുന്ന വർണ്ണ പൂക്കളുടെ വലിയ ശേഖരവും 130 പ്രദർശന സ്റ്റാളുകളിലായി സന്ദർശകരുടെ കണ്ണും മനവും കുളിർപ്പിക്കുന്നു. ബഹ്റൈന്റെ ഹരിതവൽക്കരണത്തിന് ബലം പകരാനും കാർഷിക മേഖലയ്ക്ക് പുതുചൈതന്യം നൽകാനുമാണ് ഈ ഉദ്യാനമേള. റൂഫ് ടോപ്പ് പൂന്തോട്ടം, അടുക്കളത്തോട്ടം ഇൻക്യുബേറ്റർ എന്നിവയോടൊപ്പം കാർഷിക വൃത്തിയുടെ വൈവിധ്യമാർന്ന തലങ്ങൾക്കും മേള ഊന്നൽ നൽകുന്നു. പൂന്തോട്ട നിർമ്മാണവും ലാൻഡ്സ്കേപ്പിംഗും അനുബന്ധ രീതികളുമൊക്കെ സന്ദർശകർക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. വൈപുല്യം കൊണ്ടും വൈവിധ്യം കൊണ്ടും പശ്ചിമേഷ്യയിലെ മികച്ച ഗാർഡൻ ഷോകളിലൊന്നാണിത്. വൈവിധ്യമാർന്ന പഴങ്ങളും പച്ചക്കറികളും മേളയിലുണ്ട്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും നിക്ഷേപകരെ തേടിയെത്തിയ മേളയായിരുന്നു ഇത്. ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ രാജാവ് ഷൈഖ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ രക്ഷാധികാരിയായി നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റാണ് മേള സംഘടിപ്പിക്കുന്നത്. മുൻ ഭരണാധികാരി ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ആൽ ഖലീഫയാണ് ആദ്യമായി സംഘടിപ്പിച്ചത്. ഭരണകൂടം പ്രത്യേക താൽപര്യമെടുത്ത് രാജ്യത്ത് കഴിഞ്ഞ 10 വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന മേളയുടെ ഇത്തവണത്തെ പ്രമേയം കാർഷിക സാങ്കേതിക വിദ്യയാണ്. കൂടുതൽ ഉൽപാദനക്ഷമതയ്ക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ശില്പശാലകളും മേളയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടു. ഗ്രീൻ ഹൗസുകളും ഗ്രീൻ വാളുകളും ഗ്രീൻ റൂഫുകളും നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യകളും സന്ദർശകർക്ക് സ്വായത്തമാക്കാൻ കഴിയും. സുഡാൻ, ടുണീഷ്യ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദകരും സംരംഭകരും മേളയിൽ എത്തിച്ചേർന്നു. ചൈന, ഇറ്റലി, സ്പെയിൻ, ബെൽജിയം, ഫ്രാൻസ്, മൊറോക്കോ, ലബനാൻ, ഈജിപ്ത്, യമൻ, സൗദി അറേബ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു കൂടുതൽ കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി മേളയിലെത്തിയത്. 1950 മുതൽ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബഹ്റൈനിൽ ജൈവിക പാരിസ്ഥിതിക രംഗത്തേക്ക് കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കലാണ് ഇതിന്റെ ലക്ഷ്യം. ബഹ്റൈൻ യൂണിവേഴ്സിറ്റി, കാർഷിക വകുപ്പ്, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ ശ്രദ്ധേയമാണ്. 3 ദിവസം നീണ്ട മേള കാണാൻ 15,000-ഓളം സന്ദർശകരാണ് എത്തിയതും.